ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഈ മീനെ നിങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമ്മളെ നാട്ടിൽ ഇതിനെ നത്തള് എന്ന് പറയും. അപ്പം ഞാനതൊന്ന് കറി വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ചൊരു നുള്ള ജീരകവും എടുത്തിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. പണ്ട് ഈ മിക്സിയിലെല്ലാം അരക്കുമ്പം ഞാൻ വേഗം അരച്ചെടുക്കും. എനിക്ക് ഭയങ്കര മടിയാണ് ഈ അരക്കുക. കുറേ സമയം നിൽക്കണ്ടേ ഇത് പിടിച്ചിട്ട്. ഞാൻ ശരിക്കും അരയാണ്ട് തന്നെ ഇതെടുക്കും. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ ചീത്ത പറയും, ഇതെന്തിന് കൊള്ളല്, നല്ലോണം അരിഞ്ഞ് കിട്ടണം എന്നെല്ലാം പറഞ്ഞിട്ട്. അതിനുശേഷം എന്നിട്ട് നല്ലോണം അരക്കാൻ തുടങ്ങിയത് ഞാൻ. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയും തക്കാളിയും പച്ചമുളകുമാണ്. എല്ലാവരും ഈ കട്ടിംഗ് ടേബിളെല്ലാം വെച്ചിട്ട് മുറിക്കുന്ന കാണലുണ്ട് കേട്ടോ ഞാൻ. പക്ഷെ എനിക്കത് ആവലില്ല. വീഡിയോ എല്ലാം എടുക്കുമ്പോൾ എനിക്ക് കട്ടിംഗ് ടേബിളിൽ വെച്ചിട്ട് മുറിച്ചുകൂടെ ചോദിക്കലുണ്ട് എല്ലാവരും. പക്ഷെ എനക്കാവട്ടെ, എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ കൈമ വെച്ചിട്ട് മുറിച്ചാൽ എനിക്ക് എങ്ങനെയായാലും ശരിയാവും. വെച്ച് മുറിക്കാൻ അറിയാം, എന്നാലും ഈ കൈമ പിടിച്ച് മുറിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ കട്ടിംഗ് ടേബിളെല്ലാം വെച്ചിട്ട് മുറിക്കാൻ നോക്കി, പക്ഷെ എനക്കെന്തോ ആവുന്നില്ല, ശരിയാവുന്നില്ല. അങ്ങനെ ഞാനിത് കൈമ പിടിച്ചിട്ട് തന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ലോണം ചതച്ചെടുക്കാം. ഈ ഒരു ചതക്കുന്ന സാധനമില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാങ്ങില്ല അതിലിട്ടിച്ച് ഇങ്ങനെ കുനിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ചതക്കുന്ന ഒരു സൗണ്ടും ഇങ്ങനെ അത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ ഒരു കട്ട 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 അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ട്. അത് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു വലിയ സാധനമില്ലേ, പണ്ട് നമ്മളെ വീട്ടിലെല്ലാം ദോശക്കും ഇഡ്ഡലിക്കെല്ലാം അരച്ചുകൊണ്ട് ഒരു സാധനമില്ലേ, അമ്മിക്കല്ലല്ല, അമ്മിക്കല്ലിൻ്റെ വേറൊരു സാധനമുണ്ട്, ഇങ്ങനെ ആട്ടമീൻ എന്ന് പറയുന്നത് തോന്നുന്നു. അതിലാണ് കേട്ടോ നമ്മളെ വല്യമ്മയെല്ലാം പണ്ട് അരക്കുന്നത്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിൻ്റെ ചെറുതായിട്ടാണ് കേട്ടോ ഇത് തോന്നൽ. അപ്പം ഞാൻ ഈ നത്തള് നേരത്തെ മുറിച്ചിട്ട് കുറച്ച് മസാലയും പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല എന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും. അപ്പം ഞാനിന്ന് മണ്ണിൻ്റെ ചട്ടിയിലാണ് കേട്ടോ കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മണ്ണിൻ്റെ ചട്ടിയിൽ ഈ കറി വെക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഇല്ലേ, അത് ഒരു നോൺ സ്റ്റിക്കിനും ഒരു അലുമിനിയം പാത്രത്തിനും തരാൻ പറ്റൂല എന്നുള്ളതാണ്. എനിക്ക് ഈ പുളിശ്ശേരിയെല്ലാം ശരിക്കും മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കൂട്ടാൻ പിടിച്ചാൽ. വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും അത്. പുളിശ്ശേരി മാത്രമല്ല, മീൻകറി ആയാലും അങ്ങനെ. അപ്പം ഞാൻ ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കടുക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മാത്രം മതി. നമ്മളിങ്ങോട്ടൊന്നും പൊതുവേ മീൻകറിയിലൊന്നും കടുക് ഇടയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തെക്കോട്ടെല്ലാം ഇടലുണ്ട് തോന്നുന്നു എനിക്ക്. ഞാൻ അധികം കുക്കിംഗ് വീഡിയോ കാണുമ്പോൾ അവരും ഈ കടുക് ഇടുന്നത് ഞാൻ കാണലുണ്ട്. മീൻകറിയിലെല്ലാം അധികം കടുക് ഇടുന്നത് ഞാൻ അധികം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഈ ചെമ്മീൻ കറി, നത്തള് കറി, നങ്ക് കറി, നങ്ക് വെച്ച് നിങ്ങൾക്ക് അറിയില്ല, നങ്ക് കറി, അതിലെല്ലാം ഇതിടലുണ്ട് കേട്ടോ. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ഇല്ലേ, അത് ഇതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നല്ലോണം മൂപ്പിക്കാം. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില കുറച്ച് മതി കേട്ടോ. കറിവേപ്പില അവസാനം ഇടുന്നവർക്ക് അവസാനം ഇടാം. അതിനുശേഷം മുറിച്ച് വെച്ച് ഉള്ളിയെല്ലാം ഇടാം കേട്ടോ. എന്നിട്ട് നല്ലോണം വാട്ടാം. എൻ്റെ അമ്മമ്മയാണ് കേട്ടോ എന്നെ ഈ കുക്കിംഗ് പഠിപ്പിച്ചത്. ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചതും മീൻകറിയാണ്. അമ്മമ്മ ഇതേ സ്റ്റൈലിലാണ് കേട്ടോ എന്നെ മീൻകറി വെക്കാൻ പഠിപ്പിച്ചത്. ആദ്യം എണ്ണയിൽ ഉള്ളിയും തക്കാളിയിലിട്ട് വാട്ടി മീനെല്ലാം ഇട്ട് അങ്ങനെ. പക്ഷേ എൻ്റെ അമ്മ വെക്കുന്നത് വേറെ സ്റ്റൈലാണ്. അമ്മ എല്ലാം കൂടി ഇട്ടിട്ട്, മീനും ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് അത് നല്ലോണം തിളച്ചിട്ട് മീൻ വെന്ത് വരുമ്പം അതിലേക്ക് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കലാണ്. അത് എളുപ്പപ്പണി. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കറി വെക്കാൻ. ഈ ഉള്ളിയും തക്കാളിയെല്ലാം വാടി കിട്ടുമ്പോൾ ഒരു മണവും അതെല്ലാം ശരിക്കും ആ മീൻ കറിയിലുണ്ടാവും. അതുകൊണ്ട് ഞാനിങ്ങനെ മാത്രമേ വെക്കൂ. എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും ഞാനിങ്ങനെ മാത്രമേ മീൻ കറി വെക്കലുള്ളൂ. ഉള്ളി നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം കേട്ടോ. പിന്നെ വീണ്ടും നല്ലോണം വയറ്റാം. പണ്ട് അമ്മമ്മ പണിയെടുക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ചീത്ത പറയും. പക്ഷെ ഞാൻ ആ ടൈമിലെല്ലാം ഞാൻ അമ്മമ്മേനെ ഇങ്ങനെ പ്രാഗിയിട്ടുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ടതാണെന്ന് എനിക്ക് കല്യാണ ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായി അരവ് ചേർക്കാം കേട്ടോ. അരവ് കണ്ട നല്ല മിനുസായിട്ട് വന്നിട്ടുണ്ട് അരവ്. അതേ ജാറിൽ കുറച്ച് പച്ചവെള്ളം കൂടി കലക്കിയിട്ട് അരവിൻ്റെ പെരന്ന് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ട് അത് തിളക്കാൻ വെക്കാം. കല്യാണം കഴിഞ്ഞ് പോയാതിക്ക് ഞാൻ വെച്ചത് അയിലക്കറിയാണ് കേട്ടോ. അതെനിക്ക് ശരിക്കും ഓർമ്മയാണ്. ഞാൻ ഫസ്റ്റ് ടൈമിൽ വെക്കുന്ന കറി എൻ്റെ മീൻ കറിയാണ്. അമ്മമ്മ എന്നെ ഈ കുക്കിംഗ് ഒന്നും പഠിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവട്ടെ കേട്ടാ. കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഈ കുക്കിങ്ങിനെ കൊണ്ട്. കാരണം പെട്ടെന്ന് ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് ഇന്ന് കറിയാക്കിയത് ടേസ്റ്റ് ഉണ്ടോക്കിട്ട്, പുതിയ ഉണ്ടാക്കിയ കറി ടേസ്റ്റ് ഉണ്ടോക്കിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ചോദിക്കും. പണി അറിയാവുന്നതുകൊണ്ട് അവരെ വായിന്ന് നല്ല നല്ല വാക്കുകളെല്ലാം കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പറയും നല്ല പാങ്ങുണ്ട് നല്ല പറയും കറി വെച്ചാൽ. അപ്പോൾ അരവെല്ലാം നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ മസാലയെല്ലാം പരക്കാൻ നത്തളങ്ങോട്ട് ഇട്ടെടുക്കുക. പല ആൾക്കാരും പല സ്റ്റൈലിലായിരിക്കും കറി വെക്കുന്നത്. ഇത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ വെക്കുന്നതാണ് കേട്ടോ. ചിലവർ മീൻ ഇട്ട് കഴിഞ്ഞ ശേഷം അരവ് ചേർക്കുന്നവരുണ്ട്. ഞാൻ അരവ് ചേർത്തിട്ട് തിളച്ച ശേഷമാണ് മീൻ ഇടുന്നത്. ഈ നത്തള് മീനിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബബിള് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ബബിളല്ല, ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം ഇങ്ങനെ പൊട്ടിക്കുന്നത്. നിങ്ങൾക്ക് അറിയോ അറിയില്ല.
ഈ മീൻ മുറിച്ചവർക്കെല്ലാം ഏകദേശം അറിയായിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പൊട്ടിക്കുന്ന സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ പണ്ട് ഈ അമ്മയെല്ലാം മീൻ മുറിക്കുമ്പം ഇത് പൊട്ടിക്കാനായിട്ട് കാത്തുക്കും. നല്ലൊരു ആകൃതിയിലുള്ളൊരു സാധനമാണത്. അപ്പോൾ ഞാനിത് പൊട്ടിക്കാനായിട്ട് കാത്തുക്കും ഈ മീൻ കൊണ്ടുവന്നാൽ തന്നെ. എന്നിട്ട് ഓരോന്നായിട്ട് ഞെക്കി പൊട്ടിക്കും. ഇത് വെള്ളത്തിലിട്ടാലേ, മുറിച്ചതിന് ശേഷം വെള്ളത്തിലിട്ടാലേ ഈ പൊട്ടിക്കുന്ന സാധനം ഈ പൊന്തി നിൽക്കും. ബലമില്ലാത്ത ആയതുകൊണ്ട് തന്നെ ഇത് പൊന്തി കിടക്കും. അപ്പോൾ വീണ്ടും പോയിട്ട് അതെല്ലാം പൊട്ടിച്ചിടും ഞാൻ. അങ്ങനത്തെ കുറേ മറലും ഭ്രാന്തെല്ലാം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ചെറുതിൽ. ഇപ്പം അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടാ. ഇപ്പം മീൻ മുറിക്കും, കഴുകും, മീൻ കറി വെക്കും. അല്ലാതെ അത് പൊട്ടിക്കാനും നിൽക്കലില്ല. അത് ഉണ്ടോയെന്ന് തന്നെ നോക്കാൻ ഞാൻ ശരിക്കും നിൽക്കലില്ല. അപ്പോൾ അരവും മീനെല്ലാം ചേർത്ത ശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. മീനിങ്ങനെ അരവെല്ലാം മീനിന് പിടിക്കട്ടെ ശരിക്കും. ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം തന്നെ നിങ്ങൾ കുറച്ച് അതിൽ നിന്നെടുത്തിട്ട് ഉപ്പ് പറ്റീനോ നോക്കണം കേട്ടോ. അങ്ങനെ ഉപ്പെല്ലാം പറ്റിയിട്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മൂടി വെച്ചോ. അപ്പോൾ ഇത് മൂടി വെച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള പണിയെല്ലാം വേണമെങ്കിൽ നോക്കാം കേട്ടോ. പാത്രം കഴുകലോ ക്ലീനിങ്ങോ അങ്ങനെ എന്തായാലും. കാരണം ഇത് കുറച്ച് സമയം എടുക്കുമല്ലോ തിളച്ച് വരാൻ വേണ്ടിയിട്ട്. ഈ മൂടി ഇങ്ങനെ പകുതിക്ക് തുറന്ന് വെച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിങ്ങനെ തിളച്ചിട്ട് മറിയും കേട്ടോ ഫുള്ള് പുറത്തേക്ക്. മൂടി ഒരിക്കലും നമ്മൾ ഫുള്ള് പൊത്താൻ പാടില്ല, അത് ഫുള്ള് പുറത്തേക്ക് മറിയും. അങ്ങനെ നമ്മൾ അരവും മീനിലിത് വെട്ടി തിളച്ച് വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ടതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വറ്റണം കേട്ടോ. വെള്ളം വറ്റിയാലാണ് നല്ല ടേസ്റ്റിൽ കിട്ടൽ. ചിലപ്പോൾ ചില മണ്ണിൻ്റെ ചട്ടികൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഗ്യാസിൽ വെച്ചാൽ തന്നെ വേഗം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടാവലുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചാക്കിയാൽ മതി. ലോ അല്ല, കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് ചാക്കിയാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മീനെല്ലാം വെന്തോ നോക്കുക ശരിക്കും. അപ്പോൾ മീനെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരതാ. ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നി ഇതല്ല കേട്ടോ ശരിക്കും കളർ. ഞാൻ ഈ ഫ്ലാഷ് അടിച്ചതുകൊണ്ട് ഇതിൻ്റെ കളർ ഇതാണ് ഒറിജിനൽ കളർ. ഇതുമല്ല കേട്ടോ, ഇതിനേക്കാൾ കുറച്ചൊരു ഡാർക്ക് കളറാണ്. എനിക്ക് തോന്നി ഫ്ലാഷ് അടിച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫ്ലാഷ് അടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കറണ്ടില്ല ഒന്നാമത്. പിന്നെ നമ്മളെ കിച്ചൺ കുറച്ചൊരു ഇരുട്ട ഏരിയയാണ്. അപ്പോൾ ഈ ഫ്ലാഷ് അടിക്കുമ്പം ഒരു വെളുപ്പ് കളറാണ് ശരിക്കും ഉണ്ടാവൽ. ഇനി നമുക്ക് കുറച്ച് കറി എടുത്തിട്ട് നമ്മളെ കയ്യിലേക്ക് ഉറ്റിച്ചിട്ട് നോക്കാം കേട്ടോ. ശരിക്കും ഈ കയ്യിലാക്കിയിട്ട് ഫസ്റ്റ് ടേസ്റ്റ് നോക്കും. നല്ലൊരു കരിയില്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് കയ്യിലാക്കിയിട്ട് നക്കി വെക്കൽ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ വീണ്ടും ഫ്ലാഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ശരിക്കും തിരിയാത്തതുകൊണ്ട്. അപ്പോൾ ഉപ്പും എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ചിലവരെല്ലാം ചോദിക്കും അയ്യേ ഇങ്ങനെയാണോ കറി വെക്കൽ എന്നെല്ലാം ചോദിക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും അവരവരുടെ സ്റ്റൈലിലാണ് കറി വെക്കുന്നത്. എൻ്റെ സ്റ്റൈൽ ഇതാണ്. അപ്പോൾ ഞാൻ കറി വെക്കുന്നത് ഏകദേശം എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്